ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ സി പി യു ഷെഡ്യൂളിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് സി പി യു ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ ഉള്ളതെന്നൊക്കെ നോക്കാം. എന്തൊക്കെയോ ചില കൺസെപ്റ്റുകളുടെ ബേസിലാണ് നമ്മളിനി അൽഗോരിതംസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്താണ്? സി പി യു യൂട്ടിലൈസേഷൻ ആണ്. അതായത് കീപ് ദ സി പി യു ആസ് ബിസി ആസ് പോസിബിൾ. നമ്മളുടെ സി പി യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ്റ്റർ ബ്രെയിനാണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെയുള്ള അത്രയും കേപ്പബിൾ ആയിട്ടുള്ള സി പി യുവിനെ ഒരിക്കലും നമ്മളൊരു പ്രോസസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇടരുത്, അല്ലെങ്കിൽ ഡിലേ ആക്കി വെക്കരുത്. കാരണം അതിന് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാകുമ്പോൾ ഏതോ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ പെൻഡിങ്ങിൽ ഇടരുത്. അതുകൊണ്ട് തന്നെ സി പി യു യൂട്ടിലൈസേഷനാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. കാരണം സി പി യു എപ്പോഴും ബിസി ആയിരിക്കണം. ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വേറൊരു പ്രോസസ്സ് നമ്മൾ അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്താണ്? ത്രൂപുട്ടാണ്. നമ്പർ ഓഫ് പ്രോസസ് ദാറ്റ് കംപ്ലീറ്റ് ദെയർ എക്സിക്യൂഷൻ പെർ യൂണിറ്റ് ടൈം. അതായത് നമ്മളൊരു യൂണിറ്റ് ടൈം എടുക്കുകയാണ്, ഇപ്പോൾ 10 മില്ലി സെക്കൻഡ്സ് ഓർ എനിത്തിങ്, അങ്ങനെ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് പ്രോസസ്സ് മാക്സിമം എക്സിക്യൂട്ട് ചെയ്യണം. അല്ലാതെ ഏതോ ഒരു പ്രോസസ്സ്, ഇപ്പോൾ പ്രോസസ്സ് 1 മാത്രം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതിനേക്കാൾ പ്രോസസ്സ് 1ഉം 2ഉം 3 ഒക്കെ ഒരു 2-3 എണ്ണം ഒരുമിച്ച് ആ ടൈമിനുള്ളിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ദെൻ ടേൺ അറൗണ്ട് ടൈം, എമൗണ്ട് ഓഫ് ടൈം ടു എക്സിക്യൂട്ട് എ പെർട്ടിക്കുലർ പ്രോസസ്സ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് ടൈമിനെയാണ് നമ്മൾ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത്. ത്രൂപുട്ടാൻ എന്തായിരുന്നു? ഒരു യൂണിറ്റ് ടൈമിനകത്ത് എത്ര പ്രോസസ്സുകൾ, അതായത് നമ്പർ ഓഫ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ത്രൂപുട്ട് എന്ന് പറയുക. ടേൺ അറൗണ്ട് ടൈം ആകുമ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എമൗണ്ട് ഓഫ് ടൈമാണ്. ദെൻ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ പോയിന്റുകളും മനസ്സിലാക്കണം. നമ്മൾ ഏറ്റവും കൺസൈസ്ഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പോയിന്റ്സ് തരുന്നത്. പക്ഷേ നിങ്ങൾ വീഡിയോ കൂടെ വാച്ച് ചെയ്ത് ഓരോ കൺസെപ്റ്റുകളും മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോണ്ട്, ലെക്ചർ നോട്ട് പോലെ. കാരണം എക്സാമിന് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിന്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം, എമൗണ്ട് ഓഫ് ടൈം എ പ്രോസസ് ഹാസ് ബീൻ വെയിറ്റിംഗ് ഇൻ റെഡി ക്യൂ. അതായത് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്, അതിങ്ങനെ റെഡി ക്യൂ ആയിട്ട് നിൽക്കുകയാണ്, പക്ഷേ വെയിറ്റിങ്ങിലാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എമൗണ്ട് ഓഫ് ടൈം പറഞ്ഞാൽ ചിലപ്പോൾ 0 ആയിരിക്കാം, 2 ആവും, 3, എത്ര ടൈം അത് വെയിറ്റ് ചെയ്തു എന്നതിന് ബേസിലിരിക്കും വെയിറ്റിംഗ് ടൈം. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അൽഗോരിതത്തിലൊക്കെ. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു വേർഡാണത് വെയിറ്റിംഗ് ടൈം. ദെൻ റെസ്പോൺസ് ടൈം, എമൗണ്ട് ഓഫ് ടൈം ഇറ്റ് ടേക്സ് ഫ്രം വെൻ എ റിക്വസ്റ്റ് വാസ് സബ്മിറ്റഡ് അൺടിൽ ദ ഫസ്റ്റ് റെസ്പോൺസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുക. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു, എന്നിട്ട് ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴാണോ അത് പ്രൊഡ്യൂസ് ചെയ്തത് ആ ടൈം, അതുവരെയുള്ള ടൈമിനെയാണ് നമ്മൾ റെസ്പോണ്ട് ടൈം എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറേ ടൈം എടുത്താൽ അവിടെ ഡിലേ വന്നു, അപ്പോൾ റെസ്പോണ്ട് ടൈം കൂടി. പക്ഷെ ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. നമ്മളൊരു പക്ക സി പി യു ഷെഡ്യൂളിങ് അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ എന്താവണം, മിനിമം ആയിരിക്കണം റെസ്പോൺസ് ടൈം. അതായത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത ഉടനെ റെസ്പോണ്ട് കിട്ടണം, അല്ലാതെ വെയിറ്റിങ്ങിൽ ഇടരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു സി പി യു ഷെഡ്യൂളിങ്ങിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? സി പി യു യൂട്ടിലൈസേഷൻ, ത്രൂപുട്ട്, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം, റെസ്പോൺസ് ടൈം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയയാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന സി പി യു ഷെഡ്യൂളിംഗ് അത്രയും ഒപ്റ്റിമൈസർ ആണോ, അത്രയും എഫിഷ്യൻ്റ് ആണോ എങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയയാണ് അത് ഫോളോ ചെയ്യേണ്ടത്, നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. അതായത് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഈ ഇത്രയും പോയിൻറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ പറഞ്ഞ കൺസെപ്റ്റുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ജസ്റ്റ് കൺസിഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എക്സാമിന് ചോദിക്കാം ബെസ്റ്റ് ഒരു സി പി യു ഷെഡ്യൂളിങ്ങിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. കാരണം സിമ്പിളാണ് കൺസെപ്റ്റുകൾ, പക്ഷേ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ആൻസേഴ്സ് ഇതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താവണം, ലോജിക്കലി ഇതാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രം മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് എഴുതാമല്ലോ. സോ എന്തൊക്കെയാണ് ഒരു ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സി പി യു ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? മാക്സിമം സി പി യു യൂട്ടിലൈസേഷൻ. നമ്മളിവിടെ പറഞ്ഞു കീപ് സി പി യു ആസ് ബിസി ആസ് പോസിബിൾ. നമ്മൾ സി പി യുവിനെ എപ്പോഴും എന്താക്കണം, ബിസിയാക്കി മാറ്റണം. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമൈസേഷനിൽ വരുമ്പോൾ എങ്ങനെയാണ്, മാക്സിമം സി പി യു യൂട്ടിലൈസേഷൻ ചെയ്താലേ അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാറുള്ളൂ. നെക്സ്റ്റ് മാക്സിമം ത്രൂപുട്ട്. എന്തായിരുന്നു ത്രൂപുട്ട് നമ്മൾ പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പോയിന്റ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ ചെറുതായിട്ട് നോട്ടാക്കിയിട്ടൊക്കെ എഴുതേണ്ടവർക്ക് എഴുതാം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളൊരു ഏരിയയാണ്. നമ്പർ ഓഫ് പ്രോസസ് ദാറ്റ് കംപ്ലീറ്റ് ദെയർ എക്സിക്യൂഷൻ പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈം കൊടുത്താൽ അതിനകത്ത് എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ത്രൂപുട്ട് കൊണ്ട് മീൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? മാക്സിമം ത്രൂപുട്ടാണ്. അതായത് ഇത്ര യൂണിറ്റ് ഓഫ് ടൈം കൊടുത്താൽ അതിനകത്ത്
മാക്സിമം നമ്പർ ഓഫ് പ്രോസസ്സുകൾ എന്ത് വേണം, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് മാക്സ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിൻ ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ മിനിമം ടേൺ അറൗണ്ട് ടൈം. എന്തായിരുന്നു ടേൺ അറൗണ്ട് ടൈം? എമൗണ്ട് ഓഫ് ടൈം ടു എക്സിക്യൂട്ട് എ പെർട്ടിക്കുലർ പ്രോസസ്സ്. ഓരോ കൺസെപ്റ്റ് പറയുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കുക. എന്താണ് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതായത് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേൺ അറൗണ്ട് ടൈം. അതെന്തായിരിക്കണം, അത് മിനിമം ആയിരിക്കണം. അപ്പോൾ മാക്സിമം മിനിമം പറയുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പറയാം. കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അതേപോലെ എഴുതാൻ കഴിയുള്ളൂ. മിനിമം ടേൺ അറൗണ്ട് ടൈം പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്, അത് മിനിമം ആയിരിക്കണം. മിനിമം വെയിറ്റിംഗ് ടൈം. എന്തായിരുന്നു വെയിറ്റിംഗ് ടൈം? ഒരു പ്രോസസ്സ് റെഡി ക്യൂവിൽ നിന്നിട്ട് അത് എക്സിക്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം എന്ന് പറയുക. അതായത് CPU കിട്ടാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, കുറേ ടൈമായി അത് അതിൻ്റെ ഒപ്റ്റിമൈസേഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മിനിമം വെയിറ്റിംഗ് ടൈം ആയിരിക്കണം. ഏറ്റവും മിനിമം വെയിറ്റിംഗ് ടൈമിൽ തന്നെ അതിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് നമ്മൾ കൊടുക്കണം. നെക്സ്റ്റ് മിനിമം റെസ്പോൺസ് ടൈം. അതായത് ഒരാൾ റിക്വസ്റ്റ് ചെയ്താൽ അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നതിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുക. ഫസ്റ്റ് റെസ്പോൺസ് എപ്പോഴാണോ കിട്ടുന്നതിന് അതിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുക. അതും എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. മിനിമം റെസ്പോൺസ് ടൈമും ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയയിൽ പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? മാക്സിമം CPU യൂട്ടിലൈസേഷൻ, മാക്സിമം ത്രൂപുട്ട്, മിനിമം ടേൺ അറൗണ്ട് ടൈം, മിനിമം വെയിറ്റിംഗ് ടൈം, മിനിമം റെസ്പോൺസ് ടൈം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒറ്റ സ്ലൈഡിൽ നമ്മൾ 2 കൺസെപ്റ്റുകൾ പറഞ്ഞു. ഒന്ന് CPU ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ പറഞ്ഞു, പിന്നെ ഏറ്റവും ബെസ്റ്റ് അൽഗോരിതത്തിന് വേണ്ട ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയ. 2 രീതിയിലും ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ മാക്സിമം പോയിന്റുകൾ, അതായത് മാക്സിമം CPU യൂട്ടിലൈസേഷൻ, മാക്സിമം ത്രൂപുട്ട്, മിനിമം ടേൺ അറൗണ്ട് ടൈം, മിനിമം വെയിറ്റിംഗ് ടൈം, മിനിമം റെസ്പോൺസ് ടൈം. എക്സാമിന് എത്ര മാർക്കിനാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? 2 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റ്സ് മതിയാവും. 5 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതൊക്കെ എന്താണ് എന്നും കൂടെ പറയേണ്ടി വരും. അത് ഈ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയ വെച്ച് തന്നെ നിങ്ങൾക്ക് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. നെക്സ്റ്റ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? Dispatcher module gives control of the CPU to the process selected by the short term scheduler. അതായത് നമ്മൾ ഷോർട്ട് ടേം ഷെഡ്യൂളർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, CPUവിൻ്റെ കൺട്രോൾ ആർക്ക് കൊടുക്കുക, ഒരു പ്രൊസസ്സറിന് കൊടുക്കുന്നതിനെയാണ് ഡിസ്പാച്ചർ മൊഡ്യൂൾ എന്ന് പറയുക. അതായത് നമ്മളൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ വേറെ റിക്വസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, CPUവിൻ്റെ കൺട്രോൾ ഈ പ്രോസസ്സിന് എടുത്തിട്ട് മറ്റേ പ്രോസസ്ക്ക് പാസ് ചെയ്യുന്നതിനെയാണ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പാച്ചർ മൊഡ്യൂൾ എന്ന് പറയുക. ദിസ് ഇൻവോൾവ്സ്, എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്? സ്വിച്ചിങ് ദ കോണ്ടെക്സ്റ്റ്. അതായത് നമ്മൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്നല്ലോ, എന്തൊരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ റിക്വസ്റ്റ് വന്നത്. ആ റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, അത് സേവ് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്, അതായത് റിക്വസ്റ്റ് വന്ന കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനെയാണ് സ്വിച്ചിങ് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. ഞാൻ പറഞ്ഞു, വീണ്ടും പറയണം, വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാവാൻ. സ്വിച്ചിങ് ടു യൂസർ മോഡ്, അതായത് നെക്സ്റ്റ് യൂസറിലേക്കാണല്ലോ നമ്മൾ ഇനി സ്വിച്ച് ചെയ്യാൻ പോകുന്നത്. സോ അതിനെയും സ്വിച്ച് ചെയ്യുന്നതിനെയാണ് സ്വിച്ചിങ് ടു യൂസർ മോഡ് എന്ന് പറയുന്നത്. ജമ്പിങ് ടു ദ പ്രോപ്പർ ലൊക്കേഷൻ ഇൻ ദ യൂസർ പ്രോഗ്രാം ടു റീസ്റ്റാർട്ട് ദ പ്രോഗ്രാം. അതായത് നെക്സ്റ്റ് ഇനി നമുക്ക് ഏത് പ്രോഗ്രാമിലേക്കാണോ ജമ്പ് ചെയ്യേണ്ടത്, അതായത് എവിടെ നിന്ന് എവിടെയൊക്കെ നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരികയാണ്, ഇൻറ്ററപ്റ്റ് വന്നതാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ലൊക്കേഷനിലേക്ക് പോകണം. സോ ജമ്പിങ് ദ പ്രോപ്പർ ലൊക്കേഷൻ, കറക്റ്റ് ഏത് ലൊക്കേഷനിലാണോ യൂസർ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അവിടേക്ക് ജമ്പ് ചെയ്യുക, എന്നിട്ട് പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യുക. അതാണ് ജമ്പിങ് ദ പ്രോപ്പർ ലൊക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിസ്പാച്ചറിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഒന്ന് നെക്സ്റ്റ് കണ്ടക്സ്റ്റ് എന്താണോ അത് സ്വിച്ച് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് യൂസർ മോഡ് എന്താണോ അത് സ്വിച്ച് ചെയ്യുക, നെക്സ്റ്റ് പ്രോപ്പർ ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുക. ദെൻ ഡിസ്പാച്ച് ലാറ്റൻസി, ടൈം ഇറ്റ് ടേക്സ് ഫോർ ദ ഡിസ്പാച്ചർ ടു സ്റ്റോപ്പ് വൺ പ്രോസസ് ആൻഡ് സ്റ്റാർട്ട് അനദർ റണ്ണിങ്. ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറഞ്ഞാൽ അതൊരു ടൈമാണ്, അതായത് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ടൈം. കാരണം ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് മറ്റൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ ടൈമിനെയാണ് നമ്മൾ ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുക. കാരണം ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്ത് കൂടെ വെക്കണം നമുക്ക്. അപ്പോൾ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് അത് സേവ് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഡിസ്പാച്ച് ലാറ്റൻസി. അതിനെടുക്കുന്ന ടൈമാണ് ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പാച്ചറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കാരണം സിമ്പിളായുള്ള കൺസെപ്റ്റുകളാണ്, പക്ഷേ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി പോയാൽ സിമ്പിളാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ബുദ്ധിമുട്ട് വരും. നമ്മൾ നോട്ട്സ് ഏറ്റവും കുറച്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് വെച്ച് തന്നെ പഠിക്കാൻ, നോട്ട്സ് എഴുതി കുറേ ടൈം കളയേണ്ട. അപ്പോൾ ഇപ്പോഴേ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പോവുക. ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഒരു പ്രോസസ്സ് നിർത്തി മറ്റൊരു പ്രോസസ്സ് CPUവിൻ്റെ കൺട്രോൾ കൊടുക്കുന്ന ആ ഒരു ഫംഗ്ഷൻ, അതിനെയാണ് നമ്മളെന്ത് പറയുക, ഡിസ്പാച്ചർ എന്ന് പറയുക. CPUവിൻ്റെ കൺട്രോൾ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ഡിസ്പാച്ചർ എന്ന് പറയുക. അതിനെടുക്കുന്ന ടൈമാണ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് മറ്റൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ ഡിസ്പാച്ച് ലാറ്റൻസി എന്ന് പറയുക. ഇതൊക്കെ വൺ വേർഡിലൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പോവുക. സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിസ്പാച്ച് എന്ന് കേൾക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇതൊന്ന് ചിന്തിച്ച് പോവും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരരുത്. സിമ്പിളായ കൺസെപ്റ്റുകൾ മാർക്ക് വെറുതെ കളഞ്ഞു പോകരുത്.
ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ്. നമുക്ക് കുറച്ച് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നോക്കാം. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോബ് ഫാസ്റ്റ്, പ്രയോറിറ്റി ഷെഡ്യൂളിംഗ്, റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്, പല ടൈപ്സ് ഓഫ് ഷെഡ്യൂളിംഗ് നമുക്ക് ഈ മൊഡ്യൂൾ പഠിക്കാനുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഓരോന്നും നോക്കാം. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, അതാണ് FCFS. നമുക്കറിയാം, നമ്മൾ ഫിഫോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആണല്ലേ. ഓക്കെ, നിങ്ങൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ. ഞാൻ അപ്പോൾ സെക്കൻഡ് ഇയേഴ്സിന് ഡാറ്റ സ്ട്രക്ചേഴ്സ് എടുത്തപ്പോൾ അതിനകത്തൊക്കെ ഉണ്ടായത് നിങ്ങൾക്കും അറിയാം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ഫിഫോ. നമ്മളുടെ ക്യൂലൊക്കെ പഠിച്ചതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സിനകത്ത്. സോ നോക്കാം, അതുപോലെയൊക്കെയുള്ളൊരു കൺസെപ്റ്റാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ദ പ്രോസസ് ദാറ്റ് റിക്വസ്റ്റ് ദ CPU ഫസ്റ്റ് ഈസ് അലോക്കേറ്റഡ് ദ CPU ഫസ്റ്റ്. എവിടെത്തി? ഓക്കെ, സോറി, അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യത്തിന് പോയതാണ്. ഇനി എവിടെത്തി? ദ പ്രോസസ് ദാറ്റ് റിക്വസ്റ്റ് ദ CPU ഫസ്റ്റ് ഈസ് അലോക്കേറ്റഡ് ദ CPU ഫസ്റ്റ്. അതായത് CPU-ക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വരും. അപ്പോൾ ഏത് പ്രോസസ്സാണോ ഫസ്റ്റ് CPU-ന് റിക്വസ്റ്റ് ചെയ്തത്, ആ പ്രോസസ്സിന് വേണ്ടി CPU നമ്മൾ ഫസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ FCFS പോളിസി ഈസ് ഈസിലി മാനേജ്ഡ് വിത്ത് ദ FIFO queue. The implementation of the FCFS policy is easily managed with FIFO queue. അതായത് നമ്മൾ പറഞ്ഞു FIFO എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ക്യൂവിൽ നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതേ മെത്തേഡാണ് നമ്മളിവിടെയും മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. FCFSന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? അതേ പോളിസിയാണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ചെയ്യും. ദ കോഡ് ഫോർ FCFS ഷെഡ്യൂളിംഗ് ഈസ് സിമ്പിൾ ടു റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ FCFS ഷെഡ്യൂളിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ടു റൈറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് FCFS. ഇനി അതിൻ്റെ വെയിറ്റിംഗ് ടൈമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. FCFS നമ്മൾ യൂസ് ചെയ്താൽ, അതായത് ഇത്തരം രീതിയിൽ നമ്മൾ CPU ഷെഡ്യൂളിംഗ് നടത്തിയാൽ അതിൻ്റെ വെയിറ്റിംഗ് ടൈം എന്തായിരിക്കണം? ആക്ച്വലി നമ്മൾ ഒപ്റ്റിമൈസേഷൻ ക്രൈറ്റീരിയയിൽ പറഞ്ഞതാണ്. എന്താണ് വെയിറ്റിംഗ് ടൈമിൻ്റെ പ്രത്യേകത? എന്താണ്? ഏറ്റവും മിനിമം ആയിരിക്കണം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. പ്രശ്നമാണ്, നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ്, ഇവിടെ ടേബിൾ കണ്ടോ? പ്രോസസ്സ് ഉണ്ട്, ബേഴ്സ് ടൈം ഉണ്ട്. P1 എത്രയാണ്? 24. P2ൻ്റെ ബേഴ്സ് ടൈം 3. P3 പറഞ്ഞാൽ 3. അതായത് ബേഴ്സ് ടൈം പറഞ്ഞാൽ എന്താ? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബേഴ്സ് ടൈം എന്ന് പറഞ്ഞാൽ CPU-ന് പ്രോസസ്സ് ചെയ്യാനുള്ള ടൈമാണ് CPU ബേഴ്സ് ടൈം. പിന്നെ IO ബേഴ്സ് ടൈം ഉണ്ട്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് ബേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് IO ബേഴ്സ് ടൈം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗാൻ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് P1 ഫസ്റ്റ് വന്നു, അതുകൊണ്ട് P1നെ നമ്മൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ P2 വന്നു, പിന്നെ P3 വന്നു. അപ്പോൾ ആ ഓർഡർ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. P1, P2, P3. അപ്പോൾ P1 എത്രയായിരുന്നു? 24 ആണ്. അപ്പോൾ കണ്ടോ, P1ന് എടുത്ത ടൈം 0 to 24 വരെയാണ് P1ൻ്റെ ടൈം. P2ൻ്റെ ടൈം എന്താണ്? 24 to 27, കാരണം 3 ആണ്. പിന്നെ P3 ആകുമ്പോൾ 27 to 30, അതും 3 ആണ്. ഇനി നമ്മൾ അതിൻ്റെ വെയിറ്റിംഗ് ടൈം കാണുകയാണ്. P1 = 0, P2 = എന്താണ്? 24, P3 ഇതുവരെ വെയിറ്റ് ചെയ്തു 27 വരെ. സപ്പോസ് ഇത് മൂന്നാളും 0-ലുള്ള തന്നെ, അതായത് P1ഉം P2ഉം P3ഉം ഈ 0ൻ്റെ ടൈമിൽ തന്നെ വന്നു എങ്കിൽ P1ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, 0 മാത്രമേ മതി. കാരണം ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു 24 വരെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഈ P2നും P3ക്കും ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം P2 ഏതുവരെ വെയിറ്റ് ചെയ്തു? 24 വരെ വെയിറ്റ് ചെയ്തു. P3 27 വരെ വെയിറ്റ് ചെയ്തു. അത് വലിയൊരു ഇഷ്യൂ ആണ്, നമുക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ എന്താണ് വെയിറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0 + 24 + 27/3 ചെയ്യുമ്പോൾ 17 ആണ് അതിൻ്റെ വെയിറ്റിംഗ് ടൈം വരുന്നത്. അപ്പോൾ അതൊരിക്കലും മിനിമം അല്ല. അപ്പോൾ നമുക്ക് മിനിമം കണ്ടുപിടിക്കണം, നോക്കാം. അപ്പോൾ നമ്മൾ ഈ FCFS ചെയ്യുമ്പോൾ നമ്മളതിൽ ചെറിയ ചേഞ്ച് വരുത്തി നോക്കാം. എന്താണ് മിനിമം വെയിറ്റിംഗ് ടൈം വരുത്താൻ പറ്റുമോ എന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇഫ് ദ പ്രോസസ് അറൈവ് ഇൻ ദ ഓർഡർ P2, P3, P1, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ P1, P2, P3 എന്നുള്ള ഓർഡർ മാറ്റി പിടിച്ച് നോക്കാം. അതായത് എന്തെങ്കിലും മാറ്റം വരുമോ നോക്കുകയാണ്. ഷുവറായിട്ട് മാറ്റം വരുമല്ലോ, നോക്കാം. P2, P3 ആകെ 3 അല്ലേ ഉള്ളൂ. അപ്പോൾ P2 ആദ്യം ചെയ്തു. അപ്പോൾ 03 വരെ P2, 3 to 6 വരെ P3, പിന്നെ 6 to 30 വരെ P1. കാരണം കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാരാണ്, നമ്മൾ P1 ആണ്. അപ്പോൾ മൂപ്പരെ ലാസ്റ്റിൽ വെച്ചിട്ട് ചെറിയ ആളുകളൊക്കെ ഫസ്റ്റ് വെച്ചു. അപ്പോൾ വെയിറ്റിംഗ് ടൈം എങ്ങനെ വരിക? P2 0, P3 3, P1 6. സോ 9/3 = 3. അപ്പോൾ എന്താണ് മിനിമം വെയിറ്റിംഗ് ടൈം ആയില്ലേ? അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഈ കേസിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ എന്ത് വരണം? CPU ഷെഡ്യൂളിങ്ങിൽ കൊണ്ടുവരണം. സോ അതിന് പല ടൈപ്സ് ഓഫ് അൽഗോരിതംസ് നമുക്കുണ്ട്. There is a convoy effect as all other process wait for the one big process to get off the CPU. അതായത് ഇവിടെ കോൺവോയ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. ഈ എഫക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്.
മറ്റെല്ലാ പ്രോസസ്സുകളും വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഒരു ബിഗ് പ്രോസസ്സ് ഉണ്ട് ഇവിടെ, 24 മില്ലി സെക്കൻഡ്സ് എടുത്ത ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കഴിയോളം ആര് വെയിറ്റ് ചെയ്യണം? ചെറിയ ചെറിയ സ്മാൾ ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സുകൾ പോലും കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് എന്താണ്, ഒപ്റ്റിമൈസേഷനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരിക്കലും അങ്ങനെ ഒരു മെത്തേഡിൽ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ പോസിബിൾ ആവത്തില്ല. അതായത് CPU മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ത്രൂപുട്ട് എറൗണ്ട് ടൈം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല. അവിടെ പറഞ്ഞ ക്രൈറ്റീരിയ ഒന്നും നമ്മൾ പിന്നെ എന്തിനാണ് അത് ചെയ്തത്? അതുകൊണ്ട് തന്നെ FCFS ആ രീതിയിൽ എടുക്കുമ്പോൾ അതൊരു നല്ല മെത്തേഡല്ല. സോ നമ്മൾ മെത്തേഡ് മാറ്റി പിടിക്കണം. ദിസ് എഫക്റ്റ് റിസൾട്ട് ഇൻ ലോവർ CPU ആൻഡ് ഡിവൈസ് യൂട്ടിലൈസേഷൻ. ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നാൽ, ഈ കോൺവോയ് എഫക്റ്റ് കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? CPU യൂട്ടിലൈസേഷനും ഡിവൈസ് യൂട്ടിലൈസേഷനും ഒക്കെ ഏറ്റവും ലോവറായിട്ട് മാറും. അതൊരു ഫെയിലിയർ കൺസെപ്റ്റായി മാറും. സോ ഈ കോൺവോയ് എഫക്റ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഈ ഒരു വേർഡ് നമ്മൾ ചോദിക്കും എക്സാമിന്, അപ്പോൾ നിങ്ങൾക്ക് അറിയണം. കോൺവോയ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ആര് വെയിറ്റ് ചെയ്യുക? മറ്റെല്ലാ പ്രോസസ്സുകളും വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് നമ്മൾ കോൺവോയ് എഫക്റ്റ് എന്ന് പറയുക. അങ്ങനെ ഒരു എഫക്റ്റ് വന്നാൽ അതിൻ്റെ റിസൾട്ടായിട്ട് എന്താ ഉണ്ടാവുക? CPU യൂട്ടിലൈസേഷൻ, ഡിവൈസ് യൂട്ടിലൈസേഷനൊക്കെ ലോവറായിട്ട് മാറും. അതൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആയിട്ട് മാറും. അപ്പോൾ അതാണ് FCFSനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് SJF ആണ്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ആരെ വന്നത് അവരെ പിടിച്ച് ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറേ പ്രോസസ്സുകൾ വന്നു, അവരിൽ ഷോർട്ട് ആരാണോ അവരെ പിടിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ്, ട്രൈ ചെയ്യണം പല വേസ്. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണോ അത് ചൂസ് ചെയ്യാം. എന്താണ്? The process that has the smallest next CPU burst is assigned with the CPU first. നമുക്ക് ഈ പേരും തന്നെ മനസ്സിലാവും. ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ജോബ് ആർക്കാ ചെയ്യാനുള്ളത്? ഓല് ഫസ്റ്റ്. നേരത്തെ എങ്ങനെയാണ്? ഫസ്റ്റ് ആരാ വന്ന് ഓല് ഫസ്റ്റ്. ഇവിടെ അല്ല, ഷോർട്ടസ്റ്റ് ആയിട്ട് വന്ന ആരാണോ, അപ്പോൾ വന്ന രണ്ടാൾക്കാരൊന്ന് കമ്പയർ ചെയ്ത് നോക്കും. അതിൽ ഷോർട്ടസ്റ്റ് ആരാണോ അവർക്ക് ചാൻസ് കൊടുക്കും. കാരണം എന്താണ്? മാക്സിമം CPU യൂട്ടിലൈസേഷനാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. If the next CPU burst of the two processes are same, FCFS scheduling is used to break the tie. അതായത് ചില കേസുകൾ വരും, അതായത് ഷോർട്ടസ്റ്റ് നമ്മളിങ്ങനെ നോക്കി പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് പേർക്ക് കമ്പയർ ചെയ്യുന്ന രണ്ട് പേർക്ക് സെയിം ബേസ്റ്റ് ടൈം ആയിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഒരു ടൈ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? FCFS ഇങ്ങോട്ട് എടുക്കും. അതായത് ഫസ്റ്റ് ആരാ വന്ന് അവരെ ഫസ്റ്റ് സെർവ് ചെയ്യുന്ന മെത്തേഡിലേക്ക് നമ്മൾ അത് കൺവേർട്ട് ചെയ്യും. ഇവിടെ ഇതാ നിങ്ങൾക്ക് കാണാൻ കുറച്ച് പ്രോസസ്സുകളുണ്ട്. P1 ഉണ്ട്, P2 ഉണ്ട്, P3 ഉണ്ട്, P4 ഉണ്ട്. അരിവൽ ടൈം ഉണ്ട് 0, 2, 4, 5. ദെൻ ബേസ്റ്റ് ടൈം എന്താണ്? 7, 4, 1, 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിനി ഗാൻ ചാർട്ട് വരക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് 0th ടൈമിൽ ആരാ വന്നത്? 0th ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സംഭവം സിമ്പിളൊക്കെയാണ്, പക്ഷേ ഇപ്പോഴേ കാര്യങ്ങൾ മനസ്സിലാക്കി പോയ സിമ്പിളാണ്, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ P1 0ൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മറ്റെല്ലാം 2, 4, 5 ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആരാണ് 0ൽ P1 സ്റ്റാർട്ട് ചെയ്തു? അതിൻ്റെ ബേസ്റ്റ് ടൈം 7 ആണ്. അപ്പോൾ P1 നമ്മൾ 0ൽ സ്റ്റാർട്ട് ചെയ്ത് 7 വരെ P1 വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? P1 അത് അങ്ങനെ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ P1 സപ്പോസ് നമുക്കിത് മാറ്റി പിടിക്കട്ടെ. നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ, ബേസിക് എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. P1 7 വരെ P1 വർക്ക് ചെയ്തു കേട്ടോ. P1 വന്നതല്ലേ, അപ്പോൾ 7 വരെ ആണെങ്കിൽ നെക്സ്റ്റ് പിന്നെ ആരാ ഉള്ളത്? പിന്നെ നോക്കുമ്പോൾ 2ൽ P2 എത്തി. അതായത് 7ൻ്റെ ഉള്ളിൽ P2 അറൈവൽ ടൈം വന്നു, P3 അറൈവൽ ടൈം വന്നു, P4 അറൈവൽ ടൈം വന്നു. അതായത് 2ലും 4ലും 5ലും ആണല്ലോ. നമ്മൾ 7 എത്തിയപ്പോഴേക്ക് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി അവർക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോവാണ് ആരാണ് P2 P3 എന്ന് നോക്കുകയാണ്. ആരാണ് അതിൽ ഷോർട്ടസ്റ്റ് ജോബ് നോക്കി. ഓഫ് കോഴ്സ് P3 ആണ്. കാരണം അതെന്താണ്? 1 ആണ് അതിൻ്റെ ബേസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? P3ക്ക് പ്രയോറിറ്റി കൊടുത്തു, മൂപ്പര് വർക്ക് ചെയ്തു. ഓക്കെ, 8ലെത്തി. ഇനി ആരാണ്? P2 ആണ്. P2ഉം P4ഉം കമ്പയർ, പിന്നുള്ളൊരു P2ഉം P4 അല്ലേ, ഓലെ കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പോൾ രണ്ടാൾക്കും എന്താണ്? ടൈയിലെത്തിയിട്ടുണ്ട്. അതായത് രണ്ടാൾക്കും ഒരേ ബേസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ചെയ്യും. അതായത് P2 എത്തിയത് അരിവൽ 2ലല്ലേ, അതുകൊണ്ട് P2 ആദ്യം വർക്ക് ചെയ്യും. P4 എത്തിയ 5ലായതുകൊണ്ട് പിന്നെ P3. അങ്ങനെയാണ് ഇതിനകത്ത് നടന്നത്. അങ്ങനെ വന്നപ്പോൾ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്താ വന്നത്? P1ൻ്റെത് 0 വന്നു, വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ നമ്മളുടെ പിന്നെ വന്നത് നമ്മളുടെ നെക്സ്റ്റ് നമുക്ക് നോക്കാം. 7 - 4. 7 - 4 ആരായിരുന്നു? നമ്മളുടെ P2. P2ൻ്റെ കേസ് വരുമ്പോൾ ഒരു മിനിറ്റ് നോക്കട്ടെ. അതായത് ഓക്കെ, ആദ്യം നമ്മൾ P1ൻ്റെ പറഞ്ഞു 0. ഓക്കെ, അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, 0ലും തുടങ്ങി. പിന്നെ P3ൻ്റെ കേസ് വരുമ്പോൾ P3 തുടങ്ങിയപ്പോഴാണ് 7ലല്ലേ. പക്ഷേ P2 എപ്പോഴാണ് എത്തിയത്? P2 എത്തിയത് നമുക്കറിയാം. P2 എത്തിയത് എപ്പോഴാണ്? 4ലാണ്. അതായത് 4 അരിവൽ ടൈമിൽ P3 എത്തി. പക്ഷേ അതിന് കിട്ടിയത് എപ്പോഴാണ്? 7 എത്തിയപ്പോഴല്ലേ അതിന് ചാൻസ് കിട്ടിയത്. അപ്പോൾ 7 - 4 3. അപ്പോൾ 3 മില്ലി സെക്കൻഡ്സ് അത് വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ആളാരാണ്? 8ലാരാണ്? P2. അപ്പോൾ P2 സ്റ്റാർട്ട് ചെയ്ത് 8ലാണ്. അപ്പോൾ 8 മൈനസ് എപ്പോഴാണ് അരിവൽ ടൈം? 2 ആണ്.
അപ്പോൾ 8 - 2 ചെയ്ത് അത്രയും ടൈം, അതായത് 6 മില്ലി സെക്കൻഡ്സാണ് അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഇനി P4ൻ്റെ കേസ് എടുക്കുമ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് 12-ലാണ്. അപ്പോൾ നമുക്കൊരിക്കലും അത് 12 മില്ലി സെക്കൻഡ്സ്, ഇത്രയും സെക്കൻഡ്സോ മില്ലി സെക്കൻഡ്സ് എനിത്തിങ്, അപ്പോൾ അത്രയും ടൈം അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം അവരെപ്പോഴും എത്തിയത് 5 സെക്കൻഡ് ആയപ്പോഴാണ് അത് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12 - 5 ചെയ്തിട്ടുള്ള ആൻസറാണ് അത് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. കാരണം 0-ൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അത് 12 - 0 12 കിട്ടുള്ളൂ. ഇവിടെ അല്ല, 5 ആയപ്പോഴാണ് വന്നത്. അതുകൊണ്ട് 12 - 5 എന്ന് പറഞ്ഞുള്ള റിസൾട്ടാണ് അതിൻ്റെ വെയിറ്റിംഗ് ടൈം. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് ടൈം എത്രയാണ് കിട്ടിയത്? 4. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് മാറ്റി പിടിക്കണോ എന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് നമ്മൾ പ്രിഎംപ്റ്റീവ് SJF യൂസ് ചെയ്യുന്നത്. അതായത് ഈ മെത്തേഡ് ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ നമ്മൾ ഈ SJF ചെയ്തപ്പോൾ, അതേപോലെ നമ്മൾ ഈ FCFS ഒക്കെ ചെയ്തപ്പോൾ ഒരു പ്രത്യേകത, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. അതായത് പ്രിഎംപ്റ്റീവും നോൺ പ്രിഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതെന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ പ്രിഎംപ്റ്റീവിന്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് മെത്തേഡ് എന്താണ്? നോൺ പ്രിഎംപ്റ്റീവ് ആണ്. അപ്പോൾ പ്രിഎംപ്റ്റീവിൻ്റെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് ഒരു പ്രോസസ്സ് നിർത്തി വെച്ചിട്ട് മറ്റൊരു പ്രോസസ്സിലേക്ക്, അതായത് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല, അല്ലാതെ തന്നെ ഒരു പ്രോസസ്സ് പകുതി വെച്ച് നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യാം, ബാക്കി പ്രോസസ്സ് ചെയ്യുക, എന്നിട്ട് വീണ്ടും പഴയ പ്രോസസ്സിലേക്ക് വരാം. അത്തരം പോസിബിലിറ്റീസൊക്കെ ഉള്ളത് എവിടെയാണ്? നമ്മളുടെ പ്രിഎംപ്റ്റീവ് ടൈപ്പ് ഓഫ് അൽഗോരിതത്തിലാണ്. നമ്മളുടെ നോൺ പ്രിഎംപ്റ്റീവിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ പോസിബിലിറ്റീസ് ഇല്ലായിരുന്നു. അതായത് അവിടെ നമ്മൾ ചെയ്തെന്തായിരുന്നു, ഇപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് നമ്മൾ ചെയ്തു. അതേപോലെ ഷോർട്ടസ്റ്റൊക്കെ ചെയ്തപ്പോൾ എന്താണ്, അവിടെ കട്ട് ചെയ്യാതെ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ റെക്കോർഡിങ്ങിൻ്റെ നോക്കുന്നുണ്ട്. കാരണം എനിക്കൊരു പ്രാവശ്യം എന്ത് ചെയ്തു, ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്നിടയിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെക്ക് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ എത്തി പ്രിഎംപ്റ്റീവ് ആകുമ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം നെക്സ്റ്റ്, അതായത് SRTN. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കും. പ്രിഎംപ്റ്റീവ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റും ചോദിക്കും, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം നെക്സ്റ്റ് SRTN. രണ്ട് രീതിയിലും ചോദിച്ചാലും ആൻസർ സെയിം ആണ്, രണ്ട് നെയിമിൽ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അയ്യോ ഇത് നമുക്ക് എടുത്തിട്ടില്ലോ എന്ന് ചിന്തിക്കരുത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഷോർട്ടസ്റ്റ് റിമൈനിങ് ടൈം നെക്സ്റ്റ്. എന്താണ് നോക്കാം. ഇവിടെ കണ്ട കുറച്ച് പ്രോസസ്സുകൾ കാണിച്ചിട്ടുണ്ട്. P1 P2 P3 P4. അറൈവൽ ടൈം 0 2 4 5. ബേഴ്സ് ടൈം 7 4 1 4. അതായത് ഫസ്റ്റ് ആരെ വന്നത്, P1 വന്നു 0 അറൈവൽ ടൈമിൽ. അപ്പോൾ 0-ൽ നമ്മൾ എന്ത് ചെയ്തു, P1 സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ ഈ ഫിഗറിൽ ഈ ഗ്യാൻ ചാർട്ട്, ഇതിൻ്റെ പേരാണ് ഗ്യാൻ ചാർട്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. P1 0 2 വരെ ചെയ്തു. 2 ആയപ്പോൾ P2 വന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇതിൻ്റെ രണ്ടിനും ബേഴ്സ് ടൈം നോക്കിയപ്പോൾ P2 ആണ് കുറവ്. അപ്പോൾ എന്ത് ചെയ്യും, ഷോർട്ടസ്റ്റ് അല്ലേ P2, അതുകൊണ്ട് നമ്മൾ P2 ചെയ്തു. 2 to 4 ആയപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ആര് വന്നു, P3 വന്നു. അത് അറൈവൽ ടൈം 4-ൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, P1ഉം P2ഉം P3യും കമ്പയർ ചെയ്തു. അപ്പോൾ എന്താണ്, P2 ആണ് ചെറുത്, ഷോർട്ടസ്റ്റ് ബേഴ്സ്റ്റ് ആണ്. അപ്പോൾ P3 ചെയ്തു. അതായത് നമ്മൾ ഓരോ പുതിയ ആളുകൾ വരുമ്പോഴും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയും ആ പുതിയ ആളെയും കമ്പയർ ചെയ്ത് നോക്കും. ആർക്കാണ് ബേഴ്സ്റ്റ് ടൈം കുറവ് അവരെ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ P3 എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ P3 എക്സിക്യൂട്ട് ചെയ്തപ്പോൾ P3ൻ്റെ പ്രത്യേകത എന്താണ്, 1 ആണ് അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം. അപ്പോൾ അതിൻ്റെ 1 കഴിഞ്ഞ് 5-ലെത്തിയപ്പോൾ വീണ്ടും ആര് എക്സിക്യൂട്ട് ചെയ്തു, നമ്മളുടെ P2 ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. P2 പിന്നെ കണ്ടിന്യൂ ചെയ്തു. 5 to 7 ആര് P2 എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ P2ൻ്റെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. കാരണം P2 ആകെ 4 അല്ലേ ഉള്ളൂ. 2 to 4 ചെയ്തു, 5 to 7 ചെയ്തു. P2 കംപ്ലീറ്റ് ചെയ്തു. P2 5-ൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരാൾ 5-ൽ ഇവിടെ എത്തിയിട്ടുണ്ട്, P4. പക്ഷേ P4ൻ്റെ എന്തായിരുന്നു, 4 ആയിരുന്നു. P2ൻ്റെ എന്തായിരുന്നു, 2 ആയിരുന്നു. കാരണം ഓൾറെഡി P2 രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആർക്കാ ബേഴ്സ്റ്റ് ടൈം കുറവ്, P2 തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, P4-ന് ചെയ്യാൻ ചാൻസ് കൊടുക്കാതെ നമ്മളുടെ P2 തന്നെ അവിടെ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ P2 കംപ്ലീറ്റ് ചെയ്ത് 7-ലെത്തിയപ്പോൾ P4-ന് ചാൻസ് കൊടുത്തു. കാരണം പിന്നുള്ള P4 ആണല്ലോ അവിടെ കമ്പാരിസൺ ഉള്ളത്. അതിൽ P4 കംപ്ലീറ്റ് ചെയ്തു. P4 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ P1 കംപ്ലീറ്റ് ചെയ്തു. അതായത് P1 ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റാണ്. കാരണം എന്താണ്, അതിൻ്റെ ബേഴ്സ്റ്റ് ടൈം അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പുതിയ ആളുകൾ വന്നു അതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ചാൻസ് കൊടുത്തു. അതാണ് പ്രിഎംപ്റ്റീവ് നടക്കുന്നത്. അതായത് ഒന്ന് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പകുതിക്ക് നിർത്തിയിട്ട് അടുത്താൾക്ക് ചാൻസ് കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വെയിറ്റിംഗ് ടൈം കുറക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ അൽഗോരിതം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ നമ്മളിതിൻ്റെ വെയിറ്റിംഗ് ടൈം ഇങ്ങനെ കൊടുത്തതാണ്. P1 എങ്ങനെയായിരുന്നു, P1 11 - 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം P1 ലാസ്റ്റ് ചെയ്ത് 11-ലാണ്. അതായത് 11 ആവണ വരെ P1 വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇവിടെ P1-ന് വെയിറ്റിംഗ് ഒന്നും വന്നിട്ടില്ല. 0-ൽ തന്നെ P1 സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ P1 2-ലെത്തിയപ്പോൾ തൊട്ടാണ് പിന്നെ
P1 വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 2-ലെത്തിയപ്പോൾ 2 മുതൽ പിന്നെ 11 വരെ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് 11 - 2 കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ വെയിറ്റിംഗ് ടൈം. ദെൻ നമ്മൾ P2ൻ്റെ കേസ് വരുമ്പോൾ 5 - 4 ആണ്. അതായത് P1 എവിടേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്, P2 എവിടേക്കാണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്? P2ൻ്റെ അരിവൽ ടൈം 2 ആണ്. സോ 2-ലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അവിടെ വെയിറ്റിംഗ് വന്നിട്ടില്ല. പിന്നെ അതിന് വെയിറ്റിംഗ് വേണം. അതായത് ഞാൻ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഈ റെക്കോർഡിങ്ങൊക്കെ പോകട്ടെ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. സോറി ഫോർ ദാറ്റ്. അപ്പോൾ അവിടെ സ്റ്റക്കായി മാറണം. അതുകൊണ്ടാണ് ഞാൻ ടച്ച് ചെയ്യാത്തത്. ഇവിടെ 5 - 4 ആണ്. ഈ 5 - 4 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ P2 വന്നത് 2-ലാണ്. അപ്പോൾ 2 to 4 അത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവിടെ വെയിറ്റിംഗ് വന്നില്ല. പിന്നെ 4 to 5 വരെ അവിടെ അതിന് വെയിറ്റിംഗ് വന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്താ അവിടെ പറഞ്ഞത് 5 - 2. അതായത് 2 മുതൽ 5 വരെയുള്ള ടൈമാണ്. ഐ എം വെരി സോറി, ഞാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതായത് ഒന്നുകൂടെ പറയാം. P2 2-ലാണ് എത്തിയത്. ഓക്കെ, അവിടെ അതിന് വെയിറ്റിംഗ് വന്നില്ല. 2 to 4 വരെ അത് എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ P3 വന്നു. അപ്പോൾ P3 വന്നപ്പോൾ എന്താ ഉണ്ടായത്? P3 അവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എടുത്തു. അപ്പോൾ P2 അവിടെ മാത്രമാണ് P2 വെയിറ്റ് ചെയ്തത്. ഞാൻ പറയുമ്പോൾ വേർഡ് കൺഫ്യൂഷൻ ആയിപ്പോണ്ട്. 4 to 5 വരെ മാത്രമേ നമ്മളുടെ P2-ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായി? അവിടെ 1 5 - 4 അത്ര മാത്രമേ അതിന് വെയിറ്റിംഗ് വന്നിട്ടുള്ളൂ. അതാണ് 5 - 4. P3 എന്ന് പറയുമ്പോൾ എന്താണ് വന്നത്? P3ക്ക് വെയിറ്റിംഗേ വന്നിട്ടില്ല. 4 - 4 0. ദെൻ P4ൻ്റെ കേസ് വരുമ്പോൾ 7 - 5 2. കാരണം അത് 5-ലാണ് അറൈവ് ചെയ്തത്. പക്ഷേ ചാൻസ് കിട്ടിയത് 7 ആയപ്പോഴാണ്. അപ്പോൾ എന്താണ് 2 മിനിറ്റ് അതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് 2 സെക്കൻഡ്. 7 - 5 2. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയിറ്റിംഗ് ടൈം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് 12/4 = 3. അതായത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 4 ചെയ്തു. 3 ആണ് ആവറേജ്. ഡിഫിക്കൽട്ടി വിത്ത് ദ SJF അൽഗോരിതം ഈസ് നോയിങ് ദ ലെങ്ത് ഓഫ് ദി നെക്സ്റ്റ് CPU റിക്വസ്റ്റ്. അതായത് നെക്സ്റ്റ് അതായത് ഓരോരുത്തർക്കും ഓരോ അറൈവൽ ടൈമാണ്. അപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ P5 വരും, P6 വരും, P7 വരും. അവർക്കൊക്കെ എത്രയാണ് അവരുടെ പ്രോസസ്സിൻ്റെ ലെങ്ത്ത് എന്ന് നമുക്ക് അറിയില്ല. അതായത് റിക്വസ്റ്റ് വരാൻ പോകുന്നത് എന്താണോ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്, ബേഴ്സ് ടൈം എത്രയാണെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമേ SJFൻ്റെ കേസിലൊരു ഡിഫിക്കൽറ്റി വരുന്നുള്ളൂ. ഓക്കെ, ഇനിയും പല ടൈപ്സ് ഓഫ് റൗണ്ട് റോബിനൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അതായത് ഓരോരുത്തർ വന്ന് നമ്മൾ വാതിൽ അടച്ചിട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വന്ന് വാതിൽ മുട്ടും അല്ലെങ്കിൽ അങ്ങനെ എന്ത് ഇഷ്യൂസൊക്കെ ഒന്ന് കുറച്ച് അധികം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. എനിവേ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആക്കുക. സിമ്പിളാണ്, പക്ഷേ ഇപ്പോഴേ മനസ്സിലാക്കി പോയില്ലെങ്കിൽ ലാസ്റ്റ് കൺഫ്യൂഷൻ വരും. പല ടൈപ്സ് ഓഫ് അൽഗോരിതംസ് നമുക്ക് പഠിക്കാണ്ട്. പിന്നെ പ്രിയംറ്റീവും നോൺ പ്രിയംറ്റീവും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മളൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം, പിന്നെ നോട്ട്സ് എഴുതാം. ഓക്കെ, താങ്ക് യു.